എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസമാണ്. മലയാളികളെ സംബന്ധിച്ച് കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാസം തന്നെയാണ്. കർക്കിടക മാസത്തിലെ കഞ്ഞി വെച്ച് കുടിക്കാൻ 7 ദിവസം കഞ്ഞി വെച്ച് കുടിക്കാനായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ആണ് കർക്കിടക കഞ്ഞി കൂട്ടെന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പൊ അതിന്റെ കാര്യം നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ വേദിയിൽ വന്നിരിക്കുന്നത്. ഇത് എനിക്ക് കിട്ടിയ അറിവുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുസ്തകങ്ങളിൽ നിന്നും പിന്നെ ആയുർവേദ വൈദ്യന്മാര്, ഡോക്ടർമാര്, അപ്പാപ്പന്മാര്, അമ്മാമ്മമാര്, പഴമയിലുള്ള ആൾക്കാർക്ക് ഇന്ന് കിട്ടിയ അറിവുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ പാക്കറ്റിന്റെ ഉള്ളിൽ 7 ദിവസത്തേക്കുള്ള കഞ്ഞി വെക്കാനുള്ള റോ മെറ്റീരിയലാണ് അടങ്ങിയിരിക്കുന്നത്. നവരരി, ആശാളി, ഉലുവ, ജീരകം, ഔഷധ ചൂർണം. ഈ ഔഷധ ചൂർണത്തില് ചേർത്തിരിക്കുന്ന പച്ചമരുന്നുകള് കൂവളം, പലകപായിനി, പാതിരി, ഓരില, മൂവില, ഞെരിഞ്ഞിൽ, ഇരുവേലി, മുത്തങ്ങ, വരട്ടുമഞ്ഞൾ, കരിഞ്ചീരകം, നറുനീണ്ടി, നെല്ലിക്കത്തോട്, ദേവദാരം, അമുക്കരം, ഇലവങ്ങം, കുരുമുളക്, വയമ്പ്, അയ്മോദകം, ശതകുപ്പ, ചുക്ക്, തിപ്പല്ലി, ഗ്രാമ്പു, ജാതിക്ക, കുറശാനി, കടുക് പാലേനി, കൊത്തമല്ലി അരി, പാർവല്ലി എന്നിവ പൊടിച്ചു ചേർത്ത ഔഷധ ചൂർണമാണ് ഇതിലുള്ളത്. ഈ കിറ്റ് 1 കിലോ തൂക്കമുള്ളതാണ്. സാധാരണ ഒരുപാട് സ്ഥാപനങ്ങള് കർക്കിടക കഞ്ഞി കിറ്റ് ഇറക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വെയിറ്റും ഒക്കെ 400, 450, 350, 500 കൂടുതലുള്ളത് ചുരുക്കം കിറ്റുകളുള്ളൂ. ഞങ്ങൾ ഇത് 1 കിലോ ഇറക്കിയിരിക്കുന്നത് ഒരു വീട്ടിലെ 2 പേർക്കെങ്കിലും സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 7 പാക്കറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞത് 7 ദിവസം കഴിക്കാനുള്ള പാക്കറ്റുകളാണ്. ഒരു പാക്കറ്റിൽ നിന്നുള്ള നവരരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച്, അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ച് തിളപ്പിക്കുക. അതിനുശേഷം വെള്ളത്തിലിട്ട് വെച്ച് കഴുകി എടുത്തിരിക്കുന്ന ഉലുവ, ആശാളി, ജീരകം, ഇത് ഈ അരി വെന്ത് വരുമ്പോൾ അതിൽ മുകളിൽ ഇടുക. അതിനുശേഷം ഔഷധ ചൂർണം കുറച്ച് പച്ചവെള്ളത്തിൽ ചാലിച്ച് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് അവസാനം കൂടുതൽ സ്വാദിഷ്ടമാക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞ് നെയ്യിൽ വറുത്തെടുത്ത് അതിൽ ഒഴിക്കുക. പിന്നെ മധുരം വേണമെങ്കിൽ കരിപ്പട്ടി ചക്കര ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7 ദിവസമെങ്കിലും മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ കഞ്ഞി കൂടുതൽ രുചികരമാക്കാനായിട്ട് തേങ്ങാപ്പാലോ പശുപാലോ ചേർക്കുന്നതുകൊണ്ട് വിരോധങ്ങളില്ല. അത് കുറച്ചും കൂടി നമുക്ക് ആരോഗ്യം ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. ഈ ഔഷധ കഞ്ഞിയുടെ കൂട്ടിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഔഷധ കഞ്ഞി കൂട്ട് വാങ്ങിച്ച് വീട്ടിൽ ഉപയോഗിക്കുക. നിങ്ങൾ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും അങ്ങനത്തെ കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴമയിലേക്ക് പോകണം. കുറച്ചൊക്കെ പുതുമയിലുള്ള ആഹാരങ്ങൾ കഴിക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ പഴമയിലുള്ള ആഹാരങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാൻ അടുത്തൊരു വീഡിയോയുമായി അടുത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ.